അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ഇറക്കിയ വിശ്വാസപൂർവം എന്നുള്ള ബുക്ക് അത് കുറേ ആളുകൾക്ക് തലവേദനയാവുകയാണ്. കുറേ ആളുകൾക്ക് തലവേദനയാവുക എന്ന് പറഞ്ഞാൽ, ഇന്നലെ നോക്കിയപ്പോ ഒരു ക്രിസ്ത്യാനി അച്ഛൻ സംസാരിക്കുന്നത് കേട്ടു. പള്ളിയും പള്ളിക്കൂടവും എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം അതിന് പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വക്കീല് പോലെ ഒരു വലിയ കോട്ടക്കെട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു ആളും ഒരു ക്രിസ്ത്യാനിയും സംസാരിക്കുന്നത് കേട്ട്, ഞങ്ങളുടേതാണ് പള്ളിയും പള്ളിക്കൂടവും, നിങ്ങൾ എന്തിനത് കടമെടുത്തു, നിങ്ങൾ എന്തിനാണ് അത് എടുക്കുന്നത്, നിങ്ങൾ ദുരുദ്ദേശത്തോടു കൂടെയാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പള്ളി എന്നുള്ളത് കാലങ്ങൾക്ക് മുമ്പേ പള്ളികൾക്ക്, മുസ്ലിം പള്ളികൾക്ക് പള്ളി എന്ന് തന്നെയാണ് മലബാർ മേഖലകളിലൊക്കെ സംസാരിക്കാറുള്ളത്. മലബാർ മേഖലകളിലൊക്കെ, നമ്മുടെ കാസർഗോഡാവട്ടെ, കണ്ണൂരാവട്ടെ, കോഴിക്കോടാവട്ടെ, അതുപോലെ തന്നെ മലപ്പുറം, ഈ ഭാഗങ്ങളിലൊക്കെ പള്ളികൾക്ക് പള്ളി എന്ന്, മുസ്ലിം പള്ളികൾക്ക് പള്ളി എന്ന് തന്നെ സംസാരിക്കാറുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടാണ് ക്രിസ്ത്യൻ പള്ളികൾ ഉള്ളത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയില്, പാലക്കാട് ജില്ല, എറണാകുളം ജില്ല, ഇതുപോലത്തെ ജില്ലകളിലൊക്കെയാണ് ക്രിസ്ത്യൻ പള്ളികളുള്ളത്. അപ്പൊ ആ പള്ളികൾക്ക് ക്രിസ്ത്യൻ പള്ളി എന്നും പറയും, മറ്റേത് മുസ്ലിം പള്ളി എന്നും പറയും. അവിടെ മുസ്ലിം പള്ളികൾ എന്ന് പറയും. അവർ ക്രിസ്ത്യാനികൾ തിങ്ങിക്കൂടിയ സ്ഥലത്ത് പള്ളി ചോദിച്ചാൽ അവർ പള്ളി കാണിച്ചു തരിക അവരുടെ ക്രിസ്ത്യൻ പള്ളിയാണ്. എനിക്കെന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എറണാകുളം കാക്കനാട് ഒരവസരത്തിൽ പോയപ്പോ, റമദാനിന് സാധാരണ ചെറിയതാവുമ്പോ നമ്മൾ വയലിന് പോകും. അങ്ങനെ വയലിന് പോയപ്പോ ഞാനിവിടെ പള്ളി എന്ന് ചോദിച്ചപ്പോ എനിക്ക് പള്ളി കാണിച്ചെന്ന് ക്രിസ്ത്യൻ പള്ളിയാണ്. അങ്ങനെ ഞാൻ ആ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അങ്ങനെ അടുത്തെത്തി നോക്കുമ്പോ ക്രിസ്ത്യൻ പള്ളിയാണ്. അങ്ങനെ തിരിച്ചു പോന്നു. അപ്പോ വേറൊരാളെ കണ്ട് ചോദിച്ചു, അദ്ദേഹത്തിനോട് ഇവിടെ പള്ളി എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം പള്ളിയാണോ ക്രിസ്ത്യൻ പള്ളിയാണോ എന്ന് ചോദിച്ചു. മുസ്ലിം പള്ളിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിം പള്ളിക്കുള്ള വഴി കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ചില ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ പള്ളി അതിന് പള്ളി എന്ന് തന്നെ പറയാ, മുസ്ലിങ്ങളുടെ പള്ളി അതിനും പള്ളി എന്ന് തന്നെയാണ് പറയുക. അതല്ലാതെ പുതിയ പേരുകൾ, മസ്ജിദ്, അത് അറബി വാക്കാണ്. മസ്ജിദ് എന്നുള്ളത് അറബി വാക്കാണ്. അതതിമ്മ പേര് എഴുതി വെക്കും, പള്ളിമ്മ പേരുകളൊക്കെ എഴുതി വെക്കും എന്നല്ലാതെ സാധാരണ പറയാറുള്ളത് അത് പള്ളി എന്ന് തന്നെയാണ്. അതല്ലാതെ ക്രിസ്ത്യാനികളായ നിങ്ങളുടെ പള്ളിയെയോ പള്ളിക്കൂടത്തിനെയോ തിരസ്കരിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് അല്ല കാന്തപുരം ഉസ്താദ് ആ വിഷയം പറഞ്ഞതും എഴുതിയതും. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഞങ്ങളെ മലബാർ ഏരിയകളിലൊക്കെ പള്ളി എന്ന് പറഞ്ഞാൽ അത് സാധാരണ മുസ്ലിം പള്ളികൾക്ക് തന്നെയാണ് പറയുന്നത്. പള്ളിക്കൂടം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനോടടുത്ത്, അതുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകളും അതുപോലെ തന്നെ അതുമായി കൊണ്ട് നടക്കുന്ന വിഷയങ്ങൾക്കാണ് ആ വിഷയവും ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ പറഞ്ഞ ആ രൂപമല്ല പ്രിയ സുഹൃത്തെ. അദ്ദേഹത്തിന്റെ ആ വാക്കൊന്ന് കേട്ടു നോക്കൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരസ്കരിക്കപ്പെടാൻ മാത്രം നിസ്സാരമായൊരു കാര്യമല്ല ക്രൈസ്തവ സമൂഹം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നത് നമുക്കറിയാവുന്നതുപോലെ ചാവറപ്പിതാവിൻ്റെ വിഖ്യാതമായ കൽപ്പനയും, അതനുസരിച്ച് എല്ലാ ക്രിസ്ത്യൻ പള്ളികളോടും ചേർന്ന പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതിന് ഇവിടുത്തെ സമുദായം വഹിച്ച പങ്കും ആർക്കും തിരസ്കരിക്കാനാവാത്ത വിധം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വസ്തുതയാണ്. മറ്റ് പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ പണിയുന്നതിന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അത് ഒന്നിനെ തിരസ്കരിച്ചുകൊണ്ട് മറ്റൊന്നിനെ കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാം. പള്ളി കൈയടക്കി, ഇനി ഞങ്ങൾക്ക് പള്ളിക്കൂടവും വേണം.
ക്രൈസ്തവരുടെ പള്ളിക്കൂടവും അടിച്ചുമാറ്റി ശൂന്യതയിൽ നിന്ന് ചരിത്രം സൃഷ്ടിക്കാൻ കാന്തപുരം മുസലിയാർ. ഇസ്ലാമിക പണ്ഡിതനും പ്രമുഖ സുന്നി നേതാവുമായ കാന്തപുരം അബൂബക്കർ മുസലിയാരുടെ വിശ്വാസപൂർവം എന്ന ആത്മകഥ ശശി തരൂർ MP നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ഇത് ഐക്യ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് മലബാറിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൻ്റെ മുന്നേറ്റവും അനേകം ജീവിതങ്ങളുടെ പ്രതിഫലനവുമായി മാറുമെന്നുമൊക്കെ മുഖ്യമന്ത്രി ആശംസിക്കുകയും ചെയ്തു. ആ ആത്മകഥാ പുസ്തകത്തിൽ പള്ളിക്ക് പിന്നാലെ പള്ളിക്കൂടം എന്ന വാക്കും ആസൂത്രിതമായി അടിച്ചു മാറ്റിക്കൊണ്ട് മുസലിയാർ ശൂന്യതയിൽ നിന്ന് ചരിത്രം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മുസ്ലിം മതവിഭാഗത്തിൻ്റെ മതപഠനശാലയായ ഓത്തുപള്ളിയും സ്കൂളും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന് പേരുണ്ടായതെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് കാന്തപുരം മുസലിയാർ തൻ്റെ ആത്മകഥയിൽ ചരിത്രത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. മോസ്ക് അല്ലെങ്കിൽ മസ്ജിദ് എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന മുസ്ലിം ആരാധനാലയങ്ങളെ പള്ളികൾ എന്നാക്കി മാറ്റാൻ ക്രിസ്ത്യൻ പള്ളികളെ ചർച്ച് എന്നാക്കി ചിലർ നടത്തിയ നീക്കങ്ങളുടെ അടുത്ത ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന പള്ളിക്കൂടം എന്ന പദത്തിലും ആവർത്തിച്ചിരിക്കുന്നത്. കുറച്ച് നാളുകളായി കേരളത്തിലെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധനാലയങ്ങളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളിൽ ആസൂത്രിതമായ മാറ്റം വരുത്തുവാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെ ട്രഡീഷണലായി വിളിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികൾ എന്ന പദം മാറ്റി ചർച്ചുകളെന്നും മോസ്കുകളെന്നും മസ്ജിദുകളെന്നും ഒക്കെ കാലങ്ങളായി അറിയപ്പെട്ടിരുന്ന മുസ്ലിം ആരാധനാലയങ്ങളെ പള്ളികൾ എന്നും വിശേഷിപ്പിക്കാനുള്ള ചിലരുടെ മനഃപൂർവ്വമായ പരിശ്രമങ്ങളാണ് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ക്രിസ്ത്യൻ പള്ളികളോട് ചേർന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കെട്ടിയുണ്ടാക്കിയ പള്ളി ഷെഡുകളെ വിശേഷിപ്പിച്ചിരിക്കുന്ന പള്ളിക്കൂടം എന്ന പദവും അപഹരിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇത് എന്താണെങ്കിലും സതുദ്ദേശപരമാണെന്ന് തോന്നുന്നേയില്ല. 1846 കാലത്താണ് കോട്ടയം ജില്ലയിലെ മാന്നാനത്തെ പള്ളിയോട് ചേർന്ന് ചാവറയച്ചൻ സംസ്കൃത വിദ്യാലയവും ഒപ്പം ആർപ്പൂക്കര എന്ന ഗ്രാമത്തിൽ നാനാജാതി മതസ്ഥർക്കായി പ്രൈമറി സ്കൂളും ആരംഭിച്ചത്. ആ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ഭാഗമായാണ് പള്ളിയിലെ പൊന്നിൻ കുരിശ് വിറ്റിട്ടാണെങ്കിലും പള്ളിക്കൂടം നടത്തണം എന്ന് അച്ഛൻ പറഞ്ഞത്. 1856 എല്ലാ പള്ളികളിലും പള്ളിക്കൂടങ്ങൾ ആരംഭിക്കണമെന്ന് കർമ്മലീത്ത സഭാ നേതൃത്വം നിർദ്ദേശിച്ചത്. ഇടവകകൾ അത് അനുസരിച്ചില്ലെങ്കിൽ പള്ളി മുടക്ക് കൽപ്പിക്കുമെന്ന് പോലും അന്ന് അച്ഛൻ പറഞ്ഞെന്നാണ്. ഇതാണ് ഇവർ ഈ പറയുന്നത്. ഇതൊരിക്കലും നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ, അത് വെറുതെ ഒരു എന്ത് ചെയ്യുക, കാന്തപുരം ഉസ്താദ് അവരുകളുടെ ആ വിശ്വാസപൂർവം എന്നുള്ള ആ ബുക്കിനെ ഒന്ന് വിമർശിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇത്ര വലിയ ഒരു ബുക്കും ഇത്ര വലിയൊരു ആത്മകഥയും ഇറക്കിയ ഒരു പണ്ഡിതൻ അത് കാന്തപുരം AP ഉസ്താദ് അവരുകളാണല്ലോ. അപ്പൊ ചില ആളുകൾക്കുള്ള ചില കടികളൊക്കെ ഉണ്ടാവും. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ അടുത്തടുത്തായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. നമ്മളെ കമാൽ ബാഷ ഇറങ്ങി, അതുപോലെ MN കാലശ്ശേരി ഇറങ്ങി, അതുപോലെ തന്നെ ഇപ്പൊ ഇവരിറങ്ങി. ഇനിയിപ്പോ നമ്മളെ നൗഷാദ് മൗലവി ഉണ്ടല്ലോ, മൂപ്പരും ഇറങ്ങിയിട്ടുണ്ട്. മൂപ്പര് ഇപ്പൊ കിതാബൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കിതാബുകളിലൊക്കെ ഇങ്ങനെ അംഗം വെട്ടിയിരുന്നു, കിതാബായിട്ട് ഇങ്ങനെ അംഗം വെട്ടിയിരുന്നു. അവിടെ പിന്നെ മഫൂൽ ബി ലർഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരിക്കായിരുന്നു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നേരെ ഈ ആത്മകഥ ഇറങ്ങിയപ്പോ ആത്മകഥയ്ക്കാണ് ഓന്റെ വിഷയം. ഇങ്ങനെ കുറെ ആളുകളുണ്ട്. എന്തിനാണ് അയിമൊക്കെ കൂടുന്നത്? അപ്പൊ എന്റെ പ്രിയ, ഞാൻ അതിലേക്ക് കയറല്ല. ഏതായാലും നമ്മളുടെ ഈ വിഷയം പ്രിയ സുഹൃത്തുക്കള് ക്രിസ്ത്യാനികളായ ആളുകളെ പരിഹസിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അവരെ താഴ്ത്തി കെട്ടിക്കൊണ്ടോ അല്ല ഈ പള്ളിയും പള്ളിക്കൂടവും പറയുന്നത്. അത് മുസ്ലിമീങ്ങളുടെ മലബാർ ഏരിയകളിൽ ഈ രൂപത്തിൽ തന്നെയാണ് സംസാരിക്കാറുള്ളത്. പഴയ കാലഘട്ടത്തിൽ എന്നല്ല ഇപ്പോഴും പറയാറുണ്ട്, നമസ്കാരം എന്ന് പറയും. അതൊക്കെ എറണാകുളം ഭാഗം, അതുപോലെ തന്നെ പിന്നെ ആലുവ അങ്ങോട്ട് ഈ പിന്നെ നമ്മളെ ആലപ്പുഴ ഭാഗം അങ്ങോട്ടൊക്കെ നമസ്കാരങ്ങൾ എന്ന് പറയും. ഈ നമസ്കാരം എന്നുള്ളത് കൂടുതൽ ആളുകളും ക്രിസ്ത്യാനികളാണ് നമസ്കാരം എന്ന് പറയൽ കൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ ആളുകൾക്കപ്പാടെന്തായി നിസ്കാരം എന്ന് തന്നെ ആക്കി. നിസ്കാരം 5 വഖത്ത് നിസ്കാരം
5 വഖത്ത് നമസ്കാരം എന്ന് തന്നെ ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിനെ. ഇപ്പോഴും പറയുന്നവരുണ്ട് കേട്ടോ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരം എന്ന് തന്നെയാണ്. പക്ഷെ നമ്മളൊക്കെ മലബാർ ഏരിയകളിലൊക്കെ എന്ത് പറയും? നിസ്കാരം. നിസ്കരിക്കണം, നമസ്കരിച്ചോ എന്ന് ചോദിക്കാറില്ല. അതുകൊണ്ട് നമസ്കരിക്കലും നിസ്കരിക്കലും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നമസ്കാരവും നിസ്കാരവും രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ നമസ്കാരം എന്ന് പറയാറുള്ളത് അത് കൂടുതൽ ചേട്ടന്മാരായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്? നിസ്കാരം എന്നുള്ള ആ രൂപത്തിലേക്ക് മാറ്റി. അതല്ലാതെ അത് വലിയൊരു സംഭവമാക്കി എടുത്ത് മാറ്റി വലിയൊരു വിപ്ലവമാക്കേണ്ട ഒരു സംഭവം ഒന്നും അച്ചായോ അതിൽ ഇല്ലട്ടോ.